ഗായ്സ്, അതെ, മമ്മൂട്ടി അഗൻസ്റ്റ് ഞാൻ ചെയ്ത വീഡിയോ ഭയങ്കര പ്രശ്നമായിട്ടുണ്ട്. ഒത്തിരി പേർക്ക് വിഷമമായി. എല്ലാവരും കൂടെ ഒന്നിച്ച് പൊങ്കാല ഇട്ടിട്ടുണ്ട്. താങ്ക് യു. നിങ്ങളുടെ പൊങ്കാല ഞാൻ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. നല്ലത് പറഞ്ഞത് നമ്മൾ എടുക്കണമല്ലോ, വേണ്ടേ? വേണം. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് പോകാം. മമ്മൂട്ടിയുടെ ഈ ഒരു പ്രസ്തുത സംഭാവനയിൽ റഫീഖിനെ അങ്ങോട്ട് വിളിച്ചു എന്നൊക്കെ പറയണം. അതൊന്ന് കേട്ട് നോക്കാമേ. ടൗൺഷിപ്പ് സന്ദർശന വിവാദം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. അതിനുശേഷം വലിയ രീതിയിൽ ഓരോ പക്ഷങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷം ഈ ഒരു വാദം ഏറ്റെടുക്കുന്നതെല്ലാം തന്നെ കണ്ടു. അത്തരത്തിലുള്ള സൈബർ ഹാൻഡിലുകൾ ഈ ഒരു വിഷയത്തെ വലിയ രീതിയിൽ മറ്റൊരു രീതിയിലേക്കൊക്കെ മാറ്റുന്നതുമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ശേഷം ഈ ഒരു വിവാദം ഉയർന്നതിന് ശേഷം CPIM ജില്ലാ സെക്രട്ടറി K റഫീഖിനെ മമ്മൂട്ടി ഫോണിൽ ബന്ധപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. റഫീഖിന്റെ ഭാഗത്തു നിന്നും തന്നെ ഈ CPIM ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും തന്നെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചതാണ്. 2 തവണ ഫോണിൽ ബന്ധപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ആദ്യം ഒരു സാധാ കോളും പിന്നീട് ഒരു വീഡിയോ കോളും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൽ കൃത്യമായി പറയുന്നു, അത് ഒരു സ്വകാര്യ സംഭാഷണം അല്ലെങ്കിൽ ഒരു സൗഹൃദ സംഭാഷണമായി മാത്രം കണക്കാക്കിയാൽ മതി, ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സംഭാഷണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം അല്ലെങ്കിൽ ആ സംഭാഷണത്തെ അത്തരത്തിൽ കണ്ടാൽ മതി എന്നുള്ള ഒരു തരത്തിൽ തന്നെയാണ്. ഇതെങ്ങനെയാണ് ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് എന്നുള്ളതും തനിക്കറിയില്ല എന്നുള്ളതും കൂടിയാണ് മമ്മൂട്ടി പറഞ്ഞതായി റഫീഖിന്റെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം എന്നുള്ളത്. എന്നിരുന്നാലും ഇനി വലിയ വൈകാതെ തന്നെ ഈ ഇത്തരത്തിൽ എല്ലാ മാധ്യമങ്ങൾക്കുമായി ഒരു പ്രതികരണം K റഫീഖ് CPIM വയനാട് ജില്ലാ സെക്രട്ടറി നൽകുമെന്നുള്ളതും കൂടിയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ നിലവിൽ മാനന്തവാടിയിലാണ്. മാനന്തവാടിയിൽ നിന്ന് തിരിച്ചെത്തുന്ന ആ ഒരു സമയമനുസരിച്ച് അദ്ദേഹം മാധ്യമങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ചൊരു പ്രതികരണം നൽകാമെന്നുള്ളതും കൂടിയാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. മതിയായില്ലേ? സമാധാനമായില്ലേ? റഫീഖ് അണ്ണൻ അങ്ങേര് വിളിച്ചു, പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടു. പിന്നെ നമുക്ക് എന്താ റോളെന്നായിരിക്കും അടുത്ത ചോദ്യം വരിക. സ്വാഭാവികം. ആ ചോദ്യമൊക്കെ എനിക്ക് ഇഷ്ടമാണ്. 1-2 കമന്റ്സും കൂടെ വായിക്കാമേ. മമ്മൂട്ടി മഹാനടനാണ്. ഡിയർ ഡേസി എഴുതിയ കമന്റാണ്. പക്ഷേ പുള്ളി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് പറയാൻ പറ്റില്ല. അഹങ്കാരം നല്ലതുപോലെ ഉള്ള വ്യക്തി തന്നെയാണ് അദ്ദേഹം. ഈ പ്രവൃത്തി സാധാരണക്കാരായ ഒരാൾ ചെയ്തിരുന്നെങ്കിൽ ആളുകൾ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു? മമ്മൂട്ടി ആയതുകൊണ്ട് അഹങ്കാരം കാണിക്കാം, കരണത്തടിക്കാം, ദേഷ്യപ്പെടാം, എന്തും ചെയ്യാം. അത് ശരിയല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിയമവ്യവസ്ഥിതി പോലും ഇവർക്കൊക്കെ വേണ്ടിയിട്ട് മാറ്റി എഴുതേണ്ടി വരും. ഇത് മോഹൻലാൽ ചെയ്താൽ മോഹൻലാൽ ഫാൻസ് ന്യായീകരിച്ചു കൊണ്ടുവരും. ആരാധനയാകാം, പക്ഷേ അവർ തെറ്റ് ചെയ്യുമ്പോൾ അതും കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യരുത്. സിമ്പിൾ. ഡിയർ ഡേസിക്ക് എൻ്റെ നന്ദി. കാരണം ഞാൻ പറയാൻ ആഗ്രഹിച്ച പുള്ളിക്കാരത്തി പറഞ്ഞു കഴിഞ്ഞു. നല്ലൊരു കമൻ്റ് ആയിരുന്നു. ഇനി വേറൊരു കമൻറ്റ് വയ്ക്കാം. സ്വകാര്യ സന്ദർശനം നടത്തുമ്പോൾ കീടം പോലെ ഒപ്പം കൂടിയാൽ അല്പം മാറി നിൽക്കൂ, ഇങ്ങനെ ഒട്ടി നടന്നാൽ നിങ്ങൾ നടത്തുന്ന പരിപാടി എന്ന് തോന്നും. ഇങ്ങനെ പറഞ്ഞതിൽ എന്താ താത്ത കുഴപ്പം? അവർ നടത്തുന്ന പരിപാടി തന്നെയാണടാ, അല്ലാണ്ട് മമ്മൂട്ടിയുടെ അച്ചി വീട്ടിൽ നിന്ന് വന്നതല്ല. അതെൻ്റെ കമൻ്റാണ്, മറുപടി കമൻറ്റ്. നിങ്ങൾ പറഞ്ഞ പുച്ഛത്തോടെ യോജിക്കുന്നില്ല. മമ്മൂക്ക തെറ്റുപറ്റാത്തവർ ആരാണ്? എടാ, ഒരു കാര്യമുണ്ട്. നീ കാണുന്ന ചാനൽ ഷെഫീന ബീവിയുടെ ചാനലാണ്. ഷെഫീന ബീവി ആരെന്നറിയില്ലേ? എനിക്കൊരു കുഴപ്പമുണ്ട്. അതിപ്പോൾ പെറ്റ തള്ള തെറ്റ് ചെയ്താൽ ഞാൻ വിളിച്ചു പറയും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ശത്രുക്കളും ഉണ്ട്. എൻ്റെ സ്വഭാവം അതാ. ഞാൻ അങ്ങനെയാ പറയും. എനിക്ക് അതിനകത്തൊരു മടിയുമില്ല. ഞാനാണ് തെറ്റ് ചെയ്തെങ്കിൽ ഞാൻ തന്നെ വിളിച്ചു പറയും. ഇനി വേറെ ഒരാളെ ഞാൻ വിളി അതിന് കൂലിക്ക് വെക്കത്തില്ല. ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞ പ്രശ്നം കഴിഞ്ഞില്ലേ? അതാണ് ഞാൻ. അപ്പോൾ ഇവിടുന്ന് അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചാൽ മാത്രം മതി. ഈ വിഷയത്തിലേക്ക് വരാം. മമ്മൂക്ക ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? എനിക്ക് മനസ്സിലായി. അക്കാര്യമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. മമ്മൂക്ക ചെയ്ത തെറ്റ് 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 100 വട്ടം തെറ്റ്. കോടി രൂപ ഉണ്ടാക്കിയാലും മനുഷ്യന് വേണ്ടത് ആത്മസംയമനമാണ്. ചില ഇടങ്ങളിൽ കുറച്ച് വക്രബുദ്ധി കുറയ്ക്കുക. ഈ ഒരു ഫംഗ്ഷൻ അവിടെ കോർഡിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, സമ്മതിച്ചു. ഇത് ഒരു പ്രൈവറ്റ് സ്വകാര്യ കണ്ടുപിടുത്തമാണ്. പിണറായി വിജയന്റെ പേജിൽ ഇതെടുത്തിട്ടുണ്ട്. സ്വകാര്യതയുള്ള സാധനമാണെങ്കിൽ പിണറായി വിജയന്റെ പേജിലേക്ക് അത് വരത്തില്ലല്ലോ. വരത്തില്ലല്ലോ. ജില്ലാ സെക്രട്ടറി എന്ന് പറയുമ്പം അദ്ദേഹത്തിന് കൊടുക്കുന്ന മൂല്യം പാർട്ടിക്കാർ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ പുള്ളിയെ വിളിച്ചിട്ട് കോമ്പൻസേറ്റ് ചെയ്ത് കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്രമൈസ് സംസാരിച്ച് കാണും, ഒരു ചാറി അയാളെ കൊണ്ട് പറയിപ്പിച്ച് കാണും. നല്ല കാര്യം, അതൊക്കെ ചെയ്തെങ്കിൽ നല്ല കാര്യം. ഇനി സോറി പറഞ്ഞില്ലെങ്കിൽ ഒന്നുമില്ല. പാർട്ടി പറയുകയാണെങ്കിൽ പുള്ളി മിണ്ടാതിരിക്കും. കാരണം ഞാനായിരുന്നു ആ സ്പേസിൽ ഇച്ചി പാടാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി എൻ്റെ പാട്ടിന് പോകുമായിരുന്നു. ഇച്ചി പാടാന്ന് തന്നെ പറയും. അതിനകത്ത് എന്തുവാ? ആരാ മമ്മൂക്ക? നിങ്ങൾ കുറെ മനുഷ്യർക്ക് എന്താണ് പിള്ളേര്? ക്യൂച്ചപ്പരി എന്ന് പറയുമ്പോൾ തലയിൽ കയറ്റുന്ന, മമ്മൂക്ക എന്ന് പറയുമ്പോൾ തലയിൽ. നിങ്ങളെ പോലുള്ളൊരു വ്യക്തി തന്നെയാണിത്. നിങ്ങൾ എന്ത് തരം കമ്മ്യൂണിസമാണ് പഠിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളെല്ലാവരും ഈക്വൽ തന്നെയാണ്. ഒരാൾക്കും ഒരു സ്പെഷ്യാലിറ്റി ഇല്ല. എവറി പേഴ്സൺ, ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ ഉണ്ടാകും. അക്കോർഡിംഗ് ടു ദ കഴിവ് നിങ്ങൾ അതിൻ്റെ ലെവലിലേക്ക് നിൽക്കുന്നു എന്നതിനപ്പുറം നിങ്ങളെ എല്ലാം പടപ്പുകളാണ്. ഇനി പ്രത്യേകിച്ചൊരു സംഗതിയൊന്നും അല്ല നിങ്ങൾ. അത് മനസ്സിലാക്കാൻ എത്ര ദിവസം ഈ ക്ലാസ് എടുക്കണമെന്ന് എനിക്കറിയത്തില്ല. അയാൾക്ക് കുറെ പൈസ ഉണ്ട്, സമ്മതിച്ചു. അതുകൊണ്ട് നിങ്ങൾ അയാൾ അടിമയാണോ? അയാൾക്ക് എന്തും നിങ്ങളെ പറയാമെന്നോ? അങ്ങനെ ആരാ പറഞ്ഞേ?
ഈ രാജ്യം ഏതാ? ഇന്ത്യ തന്നെയല്ലേ? മതേതരത്വം പോട്ടെ, ഇവിടെ ജനാധിപത്യമാണോ? ജനങ്ങളാണ് ഇവിടുത്തെ ആളുകൾ. ആ രീതിയിൽ അയാളും ഒരു പൗരൻ, നിങ്ങളും ഒരു പൗരൻ. മമ്മൂട്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ഒരു ചെയർ കിട്ടുമെങ്കിൽ നിങ്ങൾ ചെന്നാലും നിങ്ങൾക്കും ചെയർ കിട്ടണം. അതാണ് ജനാധിപത്യം. തന്നില്ലെങ്കിൽ ചോദിക്കണം, മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് ചോദിക്കണം. എന്റെ റൈറ്റ്സ് ആണിത്. മമ്മൂട്ടിക്ക് മാത്രമല്ല, ഇവിടെ അംബാനി വന്നാലും അത് തന്നെയാണ് അവസ്ഥ. നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റ്സ് അറിയില്ലെങ്കിൽ നിങ്ങൾ പൊത്തിക്കൊണ്ട് മിണ്ടായിരുന്നോ? ഷെഫീനെ അത് പഠിപ്പിക്കണ്ട. ആരാ ഷെഫീന എന്ന് ചോദ്യം വേണ്ട, ഞാനാണ് ഷെഫീന. ഈ പറഞ്ഞ കമന്റ്സിന് മറുപടി ആയില്ലേ? അവർ പറഞ്ഞ് കോംപ്ലിമെന്റ് ആക്കി. കോൺഗ്രസ്സുകാർ ഓടി അങ്ങോട്ട് ചെല്ലണം, മമ്മൂക്ക ഇനി പോരെ, നമ്മൾ ചേർത്ത് പിടിക്കാൻ പോകുന്നു. മമ്മൂക്ക പറഞ്ഞുകൊണ്ട് 10 വോട്ട് വീഴുമെന്ന് തെറ്റിദ്ധരിക്കേണ്ട. അയാളുടെ ധാർഷ്ട്യവും അയാളുടെ കുത്തിത്തിരിപ്പും അയാളുടെ ഒരു വല്ലാത്ത ഈഗോയും ഒക്കെ പല പ്രാവശ്യം പലയിടങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അയാളെ മുമ്പ് ഗൾഫിൽ വന്നപ്പോഴത്തേക്ക് ഒരു പെണ്ണ് കുറച്ച് മര്യാദ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സിനിമ കാണുന്നതുകൊണ്ട് ഞങ്ങൾ ഇവിടം വരെ എത്തിയേ, നിങ്ങളെ ധാഷ്ട്യം ഞങ്ങളുടെ അടുത്ത് കാണിക്കേണ്ടെന്ന് ആ പെണ്ണ് പറഞ്ഞു. അവളോട് എന്തോ മ്ലേച്ഛമായിട്ട് പെരുമാറിയത് കൊണ്ട്. സ്ത്രീകളെ തൊടില്ല, സ്ത്രീകളെ പറ്റത്തില്ല, ഒരു ചില പ്രത്യേകതരം കലാവിരുദ്ധകളൊക്കെ പുള്ളി കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ദ വെരി ബിഗിനിങ് തൊട്ട് തന്നെ എനിക്ക് പുള്ളിയോട് വലിയ ലോഹിയൊന്നുമില്ല. ഒരുപാട് പേര് സിനിമാ ഫീൽഡിലുണ്ട്. ആദരിക്കപ്പെടേണ്ട വ്യക്തിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കോയെ പറയും. മമ്മൂക്കോയെ അറിയുമോ? മമ്മൂക്കോയെ ഞങ്ങൾ ഗൾഫിലായിരുന്ന സമയത്ത് റോഡിൽ കൂടെ പോകുമ്പോൾ സാധാരണ മനുഷ്യൻ നടന്നു വരുന്ന കണക്ക് അയാൾക്കുള്ള ആ ഒരു സെലിബ്രിറ്റി മോഡൊക്കെ അദ്ദേഹം മറന്നിട്ട് നമ്മൾ വഴി വെച്ച് കണ്ട് ഹായ് വന്നാൽ ഹായ് പറയും. ഇതൊക്കെ സാധാരണ മനുഷ്യരാണ്, ഇന്നസെന്റ് സാധാരണ മനുഷ്യരാണ്. അവരൊക്കെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ കുമ്പിടാൻ തോന്നും. മീൻസ് അവരുടെ ആ ക്വാളിറ്റി കൊണ്ടാണ്, അല്ലാതെ അവരെന്തോ ഭയങ്കര സംഭവമായതുകൊണ്ടല്ല. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അത്യാവശ്യം എസ്റ്റാബ്ലിഷ് ആയ ഒരു വ്യക്തി മറ്റുള്ളവരോട് ഒരു സംയമനത്തോടുകൂടി സഹാനുഭൂതിയോട് പെരുമാറുന്നത് വലിയ കാര്യം തന്നെയാണ്. അത് അവർ ഗ്രേറ്റ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ പ്രത്യേകത ഉണ്ട്, അവർ വലിയ തമ്പ്രാനാണ്, അങ്ങനെയൊന്നുമല്ല. ഇവിടെ ഈ പുള്ളിയോട് പെരുമാറിയ രീതി, ആ മനുഷ്യൻ ചിരിക്കാതെ മൗനമായി മാറി നിന്ന ആ രീതി ഉണ്ടല്ലോ, അതൊരു ഇൻസൾട്ടാണ്. അത് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി. ഇനി റഫീക്ക് നാളെ ഒന്ന് പറയും എനിക്ക് ഇൻസൾട്ട് ഒന്നും ഉണ്ടായിട്ടില്ല, അത് പാർട്ടി പറഞ്ഞു കൊടുക്കുന്നതാ, പാർട്ടി പറയണതൊക്കെ കേൾക്കുള്ളൂ, സ്വാഭാവികം. ഞാൻ എന്താ സഗാത്തിയാണോ, പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഈ പാർട്ടിയുടെ പ്രശ്നങ്ങൾ പറയും എന്നുള്ള എൻ്റെ ഒരു രീതി കൊണ്ട് തന്നെ എനിക്കതിനകത്ത് മെമ്പർഷിപ്പ് കിട്ടാറില്ല. എന്നെ എന്നും പിടിച്ച് വാൺ ചെയ്യും, എനിക്ക് സൗകര്യമില്ല അങ്ങനെ നിൽക്കാൻ. അതുകൊണ്ട് ഞാൻ പറയാനുള്ളത് പറയും. ഐ ആം ആൻ ഇൻഡിപെൻഡന്റ് ലേഡി. അത് മാത്രവുമല്ല, എനിക്ക് പാർട്ടി അനുഭാവിയാണ് എന്നൊരു പേര് പോലും വേണമെന്നില്ല. പക്ഷെ എനിക്ക് ഇഷ്ടം കമ്മ്യൂണിസമാണ്. കാരണം അവർ കൊണ്ടുവന്ന കാര്യങ്ങൾ എണ്ണി പറയാനുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇന്നത്തെ ഈ രീതിയിലുള്ള ഭരണവും അവരായതുകൊണ്ടാണ് ഇത് നന്നായി പോകുന്നത്. മറ്റതായിരുന്നെങ്കിൽ എന്താകും എന്നുള്ളത് നമ്മൾ 10 വർഷം മുമ്പുള്ള എടുത്ത് വെച്ച് നോക്കിയാൽ ഇത് കാണാൻ പറ്റും. സാധാരണയിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഗവൺമെന്റ് തന്നെയാണ്. പിന്നെ ഇച്ചിരി ധാർഷ്ട്യം കൂടുതലാണ് നമ്മുടെ മുത്തപ്പന്, അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം പൂർണ്ണ പരാജയമാണെന്ന് പറയുന്നത്. ഇപ്പോൾ ഗണേഷിന്റെ പേഴ്സണൽ ലൈഫ് എടുത്തു നോക്കിയാൽ ഗണേശിനെ മൂടുകുത്തി ഇടിക്കാൻ തോന്നും. പക്ഷേ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അതിനകത്ത് വരുന്ന മാറ്റങ്ങൾ, ആ ഒരു ഗതാഗത വകുപ്പ് അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്ന രീതി, അത് പ്രശംസനീയമാണ്. പ്രശംസിക്കുകയല്ലേ വേണ്ടത്. അങ്ങനെ ഒരുപാട് പേരുണ്ട്, 1-2 പേരൊന്നുമല്ല. പിന്നെ ഈ ഒരു വിഷയത്തിൽ സഖാവിന് അത്രത്തോളം വിഷമമുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ മുഖം കാണുന്ന ഏത് പഠിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. എനിക്കെന്നല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. ഇതിനകത്ത് രാഷ്ട്രീയം കുത്തിക്കയറ്റി പറയണതല്ലെന്നേ. ഒരു വ്യക്തിയെ അങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ ഇയാൾക്കാരാ പെർമിഷൻ കൊടുത്തത്? അങ്ങനെ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യം എന്താ? അയാൾക്ക് 1 കോടി രൂപ ഉണ്ടായെന്ന് വെക്കട്ടെ, 1 കോടി രൂപ ഉണ്ടായെന്ന് വെക്കുന്ന അയാൾക്കുണ്ട്. അയാൾ അത്രയും പരാമ സംഭവമാണ്. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും മമ്മൂട്ടിയുടെ ക്യാരക്ടറിനെ പറ്റി. പണ്ട് വൈഫ് മേടയിൽ കയറി സംസാരിക്കേണ്ടത്, അതായത് വേദിയിൽ കയറി സംസാരിക്കേണ്ടതെന്ന് വെച്ചപ്പോൾ പുള്ളി വേണ്ട എന്ന് വിലക്കിയ സ്ത്രീ വിരുദ്ധനാണ്. അതെനിക്ക് ഫീൽ ചെയ്തതാണ്. ചിലപ്പോൾ അയാളുടെ മതവിശ്വാസമായിരിക്കാം, അയാൾക്ക് ഭാര്യയെ അങ്ങനെ വേണ്ട എന്ന് തോന്നിയിട്ടുണ്ടാവുമായിരിക്കാം. പിന്നെ നിന്നുകൊണ്ട് അവർക്ക് സഹായിച്ചു, ഇവർക്ക് സഹായിച്ചു, അവർക്ക് എന്ത് കൊടുത്തെന്ന് പറഞ്ഞാലും വീട്ടിൽ ഇതാണ് അവസ്ഥയെങ്കിൽ ആലോചിക്കണം. മകള് സിനിമാ ഫീൽഡിലേക്ക് വന്നോ? ഇല്ല, വിട്ടില്ല, താല്പര്യമില്ല. മരുമകളുണ്ടോ? ഇല്ല. മോനുണ്ട്, അയാളും ഉണ്ട്. അവിടെ തന്നെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ചിന്തിക്കുന്നവനിക്ക് ദൃഷ്ടാന്തമുള്ളൂ കേട്ടോ, വെറുതെ ഇരിക്കുന്നവനിക്ക് അതൊന്നും ഉണ്ടാവത്തില്ല, നിർബന്ധമൊന്നുമില്ല. പക്ഷെ ബാക്കിയുള്ള സിനിമാ നടന്മാരുടെയൊക്കെ മക്കൾ വരുന്നുണ്ട്, പെൺമക്കൾ വരുന്നുണ്ട്, അവർ മുന്നേറി വരുന്നുണ്ട്, അവർക്കൊന്നും പ്രശ്നമില്ല. സുരേഷ് ഗോപി ഇങ്ങനെ മാത്രമേ ഉള്ളൂ ഒരു പേട്ട സൈസ്, ബാക്കി എല്ലായിടത്തും പെൺകുട്ടികളെ വിടുന്നുണ്ട്. അപ്പം അവര് ഈ പറയണ പുരാതന കാലഘട്ടമല്ല, നവീകരിച്ച ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നെങ്കിൽ പോലും അവരുടെ ചിന്താധാര മുഴുക്ക പുരാതന കാലഘട്ടത്തിലുള്ളതാണ്. അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള പെൺകുട്ടികൾക്കൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതൊന്നും ഇവിടെ പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിനെ പറ്റിയോ അദ്ദേഹം ചെയ്ത കാര്യങ്ങളോ അദ്ദേഹം മുൻ ചെയ്ത കാര്യങ്ങളോ അയാളുടെ ആറ്റിറ്റ്യൂഡോ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഈ പ്രസ്തുത വേദിയിൽ അവിടെ പോയി ഈ ഷോ കാണിച്ചത് തെറ്റ്.
പിന്നെ ഈ ഇട്ട കമന്റ് ഇട്ടിട്ടുണ്ട് ഒരു എന്താ പറയുക, അയാളുടെ സ്വകാര്യമായിട്ട് കക്കൂസി പോകുന്നതല്ലല്ലോ, അവിടെ ഒരു ചടങ്ങല്ലേ. അങ്ങനെ ഒരു വയനാട്ടിൽ നടന്ന ഡിസാസ്റ്ററിനോട് അനുബന്ധിച്ച് അവിടെയുള്ള മനുഷ്യർക്ക് പുനരധിവസിക്കാൻ വേണ്ടി വീട് പാർപ്പിടം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരിത്, അതിലേക്ക് പോകുമ്പോൾ അതിനകത്തുനിന്ന് കമ്മ്യൂണിസത്തിനെ ഒഴിവാക്കി നിർത്താൻ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് സർക്കാർ തന്നെയല്ലേ പാർപ്പിട പദ്ധതി, മറ്റേ പദ്ധതി, മറിച്ച പദ്ധതി എന്നൊക്കെ പറഞ്ഞ് ഇറക്കിയാൽ മാത്രം പോലോ, അത് പ്രാവർത്തികമാക്കിയത് സർക്കാരല്ലേ. അപ്പൊ സർക്കാരിൽ നിന്നൊരു പ്രതിനിധി എവിടെ പോയി നിൽക്കാം? ജില്ലാ സെക്രട്ടറി എവിടെ പോയി നിന്നാ എന്താ പ്രശ്നം? പാർട്ടി സെക്രട്ടറി പെട്ട ഒരു സാധാരണ സഖാവിന് അവിടെ പോയി നിൽക്കാൻ പറ്റില്ലെന്ന് പറയും നിങ്ങളാര്? എന്ത് അടിസ്ഥാനത്തിൽ നിങ്ങളത് പറയുന്നു? അദ്ദേഹം അവിടെ പോയിട്ടുണ്ടെങ്കിൽ നീങ്ങി നില്ലടാ എന്ന് പറയാൻ അദ്ദേഹം വഴി ഒഴുക്കുകയാണ് ചെയ്യുന്നത്. കയറിപ്പോ, അദ്ദേഹത്തിന് വഴി കൊടുക്കൂ, ശല്യം ചെയ്യല്ലേ എന്ന് മറ്റുള്ളവരോട് പറയുമ്പോൾ താൻ എൻ്റെ പിറകെ ഇങ്ങനെ നടക്കണ്ട എന്ന് ഇയാൾ പറയുമ്പോൾ ഈ മനുഷ്യനാണോ എന്നാണ് എൻ്റെ ചോദ്യം. അതിനകത്ത് രാഷ്ട്രീയം കണ്ടേ, ഇയാൾ ഏത് രാഷ്ട്രീയം, ആർക്കെന്ത് കോപ്പ്? അയാൾ ഏതോ രാഷ്ട്രീയം കൊണ്ട് കിടക്കട്ടെ, മനുഷ്യത്വം ഇല്ലടൂ. നിങ്ങൾ മനുഷ്യത്വം സംസാരിക്കൂ, രാഷ്ട്രീയം മാറ്റി വെക്കും, മനുഷ്യത്വപരമായിട്ട് ചിന്തിച്ചുകൂടെ? മമ്മൂട്ടിക്ക് എന്താ കൊമ്പുണ്ടോ? മമ്മൂട്ടി ഇപ്പൊ ആരാ? അയാളെന്താ എഴുന്നേറ്റ് കുമ്പിടണോ? ആരപ്പോ? ഒരു നടൻ, മഹാനടനെ മനസ്സും കൂടെ മഹാനടനായിരിക്കണം, അല്ലെങ്കിൽ മഹാവ്യക്തിത്വമായിരിക്കണം. അയാൾക്ക് ഒരു മഹാവ്യക്തിത്വവും ഇല്ല. ഇപ്പൊ വിളിച്ചു കോംപ്ലിമെന്റ് ആക്കാൻ കാരണം ഇവരിടപെടും. ബ്രാൻഡ് അംബാസഡർ അല്ലേ, പുള്ളിയെ ഒന്ന് ആക്കാനായിട്ട് ഇടനിലക്കാർ വരെ ഒരുപാട് പേര് സംസാരിക്കും. ഇതെടുത്ത് വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പൊതുസമൂഹം ഇത് കണ്ടു, അവർ റിയാക്ട് ചെയ്തു, അവർ സംസാരിച്ചു, അത്രയേ ഉള്ളൂ. പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. അവരവരുടെ അഭിപ്രായങ്ങൾ അവർ പറഞ്ഞു. എടുത്തുകൊടുത്തപ്പോൾ മമ്മൂട്ടിക്ക് എടുത്തുകൊടുക്കേണ്ടി വന്നത് മമ്മൂട്ടി അവിടെ ധാർഷ്ട്യം കാണിച്ചത് കൊണ്ടാണ്. സ്വന്തം വീട്ടിൽ കാണിക്കുന്ന പട്ടി ഷോ എന്നും കൊണ്ടുവന്ന് പൊതുവേദിയിൽ കാണിക്കരുത്. അവിടെ അയാൾ ഒരു സാധാരണ മനുഷ്യനാണ്. നിൽക്കുന്ന പൊസിഷൻ എന്താണെന്ന് ഓർക്കണം. വയനാട്ടിൽ നടന്ന ദുരന്തം അല്ലെ, ഈ ദുരന്തം മലയിടിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ മമ്മൂട്ടി എന്ന് പറഞ്ഞപ്പം ആ സൈഡ് മാറി അങ്ങ് പോകും അല്ലെ? പ്രളയം വരുമ്പോഴും വെള്ളം ഒഴുകി വരും, കുത്തിയടിച്ച് വെള്ളം വരും, മമ്മൂട്ടി ഇവിടെ നിന്നാ വെള്ളം മാറി അങ്ങോട്ട് പോകുമോ? ഇല്ലല്ലോ. അവിടെ ഏറ്റവും പാവപ്പെട്ടവരൊരുത്തൻ അവിടെ നിന്നാലും മമ്മൂട്ടി അവിടെ നിന്നാലും വെള്ളത്തിന് തുല്യമാണ്, ഇടിച്ചെടുത്തോണ്ട് അങ്ങ് പോകുമ്പില്ലേ? അങ്ങനെ തന്നെയല്ലേ? പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താ ഈ വ്യത്യാസം വരുന്നേ? എവിടുന്നാ നിങ്ങൾക്ക് ഈ വ്യത്യസ്തത വരുന്നേ? ഇവിടുത്തെ നിയമങ്ങൾ പാലിക്കപ്പെടേണ്ടതാണ്. ആ നിയമങ്ങൾ അനുസരിച്ചിട്ട് ഓരോ വ്യക്തിയും ജീവിക്കണം. അത് അംബാനി ആയിരുന്നാലും ശരി, ഞാനായിരുന്നാലും ശരി, സിമിലറാണ്, ഈക്വലാണ്. അയാൾക്ക് എത്ര റൈറ്റ്സ് ഉണ്ടോ അത്രയും റൈറ്റ്സ് എനിക്കുണ്ട്. Z കാറ്റഗറിയിൽ ഒരു പ്രൊട്ടക്ഷൻ അയാൾക്കുള്ളത് അയാളുടെ കയ്യിൽ ഫണ്ട് ഉള്ളതുകൊണ്ടാ, എനിക്കതില്ലാത്ത എൻ്റെ ഫണ്ട് ഇല്ലാത്തതുകൊണ്ടാ. സിമ്പിൾ ലോജിക്കാണ്. മോഹൻലാൽ ആയിരുന്നാലും മമ്മൂട്ടി ആയിരുന്നാലും അതുല്യ പ്രതിഭകൾ തന്നെയാണ്. സമ്മതിച്ചു, കാലങ്ങളായി അവർ സിനി ഫീൽഡിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ സത്യം പറ, അവർ തന്നെ പ്രൊഡക്ഷൻ യൂണിറ്റ് കൊണ്ടുവന്നിട്ടല്ലേ അവർക്ക് അങ്ങനെ നിൽക്കാൻ പറ്റിയത്? മറ്റുള്ളവർ കൊണ്ടുവരുന്ന സിനിമയിൽ അഭിനയിച്ച് നിലനിന്ന എത്ര പേരുണ്ട്? അവരാണ് റിയൽ ഹീറോസ് എന്ന് ഞാൻ പറയും. അത് സാധാരണയായ ഏതെങ്കിലും മറ്റേ എന്താ പറയണേ, ചിരിപ്പിക്കുന്ന ആർട്ടിസ്റ്റ് ഇല്ലേ, അവരായിരുന്നാലും അങ്ങനെ തന്നെ. അവർ സാധാരണക്കാരായിരിക്കും. അവർ എസ്റ്റാബ്ലിഷ് ആണോ? അത് എസ്റ്റാബ്ലിഷ് ആയത് തന്നെയാണ്. എന്തുകൊണ്ടെന്ന് അറിയാമോ? അവർക്ക് ഇതുപോലെ ബാക്ക് സപ്പോർട്ട് ഇല്ല. അവരുടെ കലയ്ക്കും കഴിവിനുമാണ് മികവ്. അവരതുകൊണ്ടാണ് ജീവിച്ചേ. അവരതുകൊണ്ട് പ്രൂഫ് ചെയ്ത മനുഷ്യരാണ്. അവരെ റെസ്പെക്ട് ചെയ്താലും മെഗാസ്റ്റാർ, ദളപതി, ഇളയ ദളപതി, കുലപതി, ഇതിനെയൊന്നും എന്നോട് പറയണ്ട. എനിക്ക് എന്നോടൊന്നും ഒരു റെസ്പെക്റ്റും വരത്തില്ല. പിന്നെ ചിലർക്കൊരു തോന്നലുണ്ടാവും, മതവാദം പറയുന്നത് കൊണ്ട് തന്നെ മമ്മൂട്ടി ഞാൻ തൂക്കി തന്നെ വയ്ക്കുന്നു. അയ്യോടാ, അത്ര സൗകര്യമില്ല കേട്ടോ. ഇതിനകത്തൊന്നും മതം കലത്തണ്ട, രാഷ്ട്രീയവും കലത്തണ്ട. മതമോ രാഷ്ട്രീയമോ അല്ല ഇതിനകത്ത് ഞാൻ പറഞ്ഞ വ്യക്തിയാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ പൂർണ്ണ പരാജിതനായി കാണപ്പെട്ട ഒരു നിമിഷമാണ് മമ്മൂട്ടിയുടേത്. അയാൾ ചോദിക്കുന്നത് അവിടെ നിന്നുകൊണ്ട് വർത്താനം പറഞ്ഞത് എങ്ങനെ വെളിയിൽ കേട്ടെന്ന്. അയ്യോ, ഇലക്ട്രോണിക് ഐറ്റത്തിനെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പോങ്ങനിക്ക് അറിയത്തില്ലയോ അവിടെ ഇതുപോലെ ഒരു സംസാരം പതിയെ പറഞ്ഞാൽ ആളുകൾ കേൾക്കുമെന്ന്? അതാരും കേൾക്കില്ലെന്ന് വിചാരിച്ചോ? എത്ര മണ്ടനാണെന്ന് ആലോചിച്ച് ചോദിക്കുകയാണ്. റിലേ പോയി. അതുകൊണ്ടാണ്. ഏതായാലും ആ മനുഷ്യന്റെ വലിയ മനസ്സാണ് അങ്ങ് ക്ഷമിക്കാൻ തോന്നിയത്. അയാൾ ഉള്ളിൽ കരയുകയാണെന്ന് അയാളുടെ ആ വീഡിയോ കണ്ടാൽ അറിയാം. അത്ര ഇൻസൾട്ടഡ് ആക്കപ്പെട്ടു. നീ എന്തിനാ എൻ്റെ പുറകെ വരുന്നതെന്ന്? അയ്യോ, പുറകെ പോകാനും പറ്റിയൊരു ചളുക്ക്. അതൊരു പൊതുപ്രവർത്തകനാണ്, അത് മറന്നു പോകണ്ട. ഒരു പൊതുപ്രവർത്തകനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യാത്തിടത്തോളം ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. നമുക്ക് ജോലിയുണ്ട്, രാവിലെ എഴുന്നേറ്റ് നമുക്ക് ജോലിക്ക് പോകണം, കൊച്ചുങ്ങളെ നോക്കണം, നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും നമ്മളുടേതായ കാര്യങ്ങളെല്ലാം എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് ഒരു പൊതുപ്രവർത്തകൻ. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്. നിങ്ങൾ കാണുന്ന നക്കാനും മുക്കാനുമുള്ള രാഷ്ട്രീയക്കാരെയാണ്. പക്ഷെ അവർക്ക് മറ്റൊരു ചരിത്രമുണ്ട്. കുടുംബം ഉണ്ടാവത്തില്ല, കുടുംബത്തിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നിനും പറ്റത്തില്ല. അവർ പൊതുസമൂഹത്തിന് വേണ്ടി ഇറങ്ങി നിൽക്കുന്നവരാണ്. നാട്ടില് ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് അയാൾ അപമാനിച്ചത്. ഓരോ പൗരനെയാണോ അയാൾ അപമാനിച്ചത്? അങ്ങനെയാണെങ്കിൽ അത് രാഷ്ട്രീയമൊന്നുമില്ല, കക്ഷി രാഷ്ട്രീയം നിങ്ങൾ അവിടെ പറയരുത്.
അയാളുടെ വ്യക്തിത്വത്തിനെയാണ് അയാൾ അപമാനിച്ചത്. അത് നിഷേധാത്മകമായി ചോദ്യം ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഞാനൊരു പൗരയാണ്. മനസ്സിലായില്ലേ? ആ മമ്മൂട്ടി ഫാൻസ് മാറിയിരുന്ന് മോങ്ങിക്കോ, അത്രയേ ഉള്ളൂ. ഈ ചാനലിൽ വരണ്ട. ഞാൻ അങ്ങേരെ പറയൂ, അതിനകത്തൊരു തർക്കവും ഇല്ല. കാരണം കുറച്ചെങ്കിലും ബോധം ഉണ്ടെങ്കിൽ ആ പബ്ലിക് സ്പേസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനത്തെ ഒരു ഉമ്മാണ്ടി വർത്താനം പറയത്തില്ലായിരുന്നു. എന്തേ ഇപ്പം കമ്മ്യൂണിസ്റ്റുകാരോട് ചേർന്ന് നിൽക്കണമെന്ന് പറയുമ്പോൾ നാണക്കേരുണ്ടോ? അച്ചുമുള്ളാൻ തോന്നുന്നുണ്ടോ? എന്നാ പോയി മുള്ളിക്കോ. അതിനിപ്പോൾ എന്താ? നിങ്ങൾക്ക് പൊതുബോധമില്ലാത്ത കുറേ മനുഷ്യർ വന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് നീക്കി നിർത്തി, നിങ്ങൾ അങ്ങോട്ട് മാറ്റി നിർത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. തെറ്റാര് ചെയ്താലും തെറ്റ് എന്ന് പറയുന്നതാണ് യഥാർത്ഥ കമ്മ്യൂണിസം. ഇൻ ദാറ്റ് മാനർ ഐ ആം എ കമ്മ്യൂണിസ്റ്റ്. ഓക്കെ, അപ്പോൾ സുലാൻ.